ആ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്നല്ലേ? പോയി. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനും ഇവിടെ നല്ല അടിപൊളിയായിട്ട് പോകുന്നു. അപ്പോൾ നമ്മുടെ വെയിറ്റ് ലോസ് ജേർണിയുടെ ഡേ 7 ആണ് ഇന്ന് സാറ്റർഡേ ആയിരുന്നു. എനിക്കിന്ന് മോർണിംഗ് ഷിഫ്റ്റ് ആയിരുന്നു. ഇന്ന് പാരൻസ് ടീച്ചിങ് മീറ്റേഴ്സ് ആയിരുന്നു സ്കൂളിൽ. സോ ഇന്ന് മോർണിംഗ് ടു ആഫ്റ്റർനൂൺ വരെ എനിക്ക് ഉണ്ടായിരുന്നു. വന്നു കഴിഞ്ഞിട്ട് വരും ലേറ്റായി 2:30 കഴിഞ്ഞു എത്താൻ. പിന്നെ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം റിലാക്സ് ചെയ്തു. ഇപ്പോൾ 4 മണി 4:30 ആയി. അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ബോഡിയിൽ മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു എഫക്റ്റീവ് ആൻഡ് പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് ഈ പ്രാവശ്യം തരുന്നത്. കാറ്റെന്ന് വെച്ചാൽ എൻ്റെ പൊന്നോ അടിപൊളി കാറ്റാണ് കേട്ടോ. എൻ്റെ തുണിയൊക്കെ ഈസ്റ്റിലും വെസ്റ്റിലും നോർത്തിലൊക്കെ പോകുന്നുണ്ട്. എനിക്കറിയില്ല ഈ പ്രാവശ്യത്തെ ക്ലൈമറ്റ് അത്രയും പ്രശ്നമാണ്. ഞാൻ പറയാൻ വന്നത് അതല്ല. ഓക്കെ, സപ്പോസ് എൻ്റെ വെയിറ്റ് വെയിറ്റിൽ ഞാൻ ബോധേഡ് ചെയ്യല്ല. അത് ജസ്റ്റ് ഒരു നമ്പറാണ്. എനിക്ക് എൻ്റെ വെയിറ്റിനെ കാട്ടും എനിക്ക് എൻ്റെ ഇഞ്ച് ലോസ് പറയുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആവുന്നത്. സോ മേ ബി നാളെയും മറ്റന്നാളൊക്കെ എൻ്റെ വെയിറ്റ് കുറച്ചൊന്ന് കൂടാൻ ചാൻസ് ഉണ്ട്. കുറയാൻ ചാൻസ് ഇല്ല ബിക്കോസ് ഓഫ് ദ മെഡിസിൻ ദാറ്റ് ഐ ആം ഹാവിങ്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മിഞ്ഞാന്ന് ഡോക്ടറെ അടുത്ത് പോയി. എൻ്റെ അലർജി ഇതാ കാണുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് കണ്ടോ? ഇതെന്ന് വെച്ചാൽ ബിക്കോസ് ഓഫ് ദ ക്ലൈമറ്റ് കാരണം വന്നൊരു സംഭവമാണ്. ദൈവം സഹായിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഒന്നും ദൈവം സഹായിച്ച് ഇതുവരെയില്ല. അപ്പം ഇപ്രാവശ്യത്തെ ഖത്തറിലെ ക്ലൈമറ്റ് അത്രക്കും വേഴ്സ്റ്റാണ്. നല്ല തണുപ്പാണ്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അറിയാലോ, കാറ്റിൻ്റെ അറ്റയാണ്. അതുകൊണ്ട് വന്ന ചില പ്രശ്നമാണ് എൻ്റെ സ്കിന്നിലുള്ളത്. എനിക്കാണെങ്കിൽ എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ അത് കാരണം വന്ന ഇഷ്യൂസാണ്. അപ്പോൾ 2 ദിവസം എനിക്ക് രാത്രി കഴിക്കാനുള്ള ഒരു മരുന്നുണ്ട്. ഒരു 2 ദിവസം മാത്രം. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ ഇത് രാവിലെ കഴിച്ചാൽ പോരാ, രാവിലെ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഡിസിനസ് വരാനുള്ള ചാൻസസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഏതായാലും എനിക്ക് സ്കൂളിലും കൂടെ പോകണ്ടല്ലോ. അപ്പോൾ വെറുതെ റിസ്ക് എടുക്കണ്ട എന്ന് വിചാരിച്ചത് കൊണ്ട് ഞങ്ങൾ നിന്ന് ഓക്കെ 2 ദിവസമല്ലേ, നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, നിങ്ങളൊക്കെ എന്നെ കാട്ടി പക്വതയുള്ളവരല്ലേ. അപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം. എനിക്കെന്തോ മുഖത്ത് എന്തോ ഒരു മാറ്റം ഈ തോന്നിയതാണോ സാറില്ല. ഇതൊക്കെ പോവും കേട്ടോ, ഇതൊക്കെ പോവും. ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. നിങ്ങളെ മുന്നിൽ എനിക്ക് ഷൈൻ ചെയ്യാൻ കിട്ടുന്നൊരു അവസരമല്ലേ. ഇപ്പോൾ ഞാൻ എൻ്റെ കാണിച്ചു തരാം. കാണുന്നുണ്ടോ? കുറച്ചൊരു ഒതുങ്ങിയ പോലെ ഒരു ഫീൽ, കുറച്ചും കൂടി ഒരു കോൺഫിഡൻ്റ് ആയതുപോലെ. എന്തായാലും എനിക്ക് തിരിച്ചു വരാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് ഞാൻ രാത്രി കുറേ ഫുഡ് കഴിക്കുന്നതല്ല. എന്തായാലും വരാൻ ലേറ്റ് ആവും, 7 o'clock ആവും. അപ്പോൾ ആ സമയത്ത് 2 ചപ്പാത്തിയും കഴിച്ച് ആ മെഡിസിനും കഴിച്ച് അങ്ങ് എടുക്കാം. പിറ്റേ ദിവസം വെയിറ്റ് കൂടുതലാണെങ്കിൽ ഞാൻ ആ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യും എന്ന് കരുതി നിങ്ങൾ ആരും എന്നെപ്പോലെ ആവരുതേ. കാരണം ഞാൻ എൻ്റെ റീസൺ ഞാൻ പറഞ്ഞു, നിങ്ങളാരും ഇതുപോലെ മെഡിസിൻ എടുക്കുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങളൊക്കെ എന്നെക്കാളും കോൺഫിഡൻ്റ് ആൾക്കാരാണ്. ഞാനും കോൺഫിഡൻ്റ് ആണ്. എനിക്കിത് കുറയ്ക്കാൻ പറ്റും, ഇത് കുറച്ചേ പറ്റൂ. ഈ മാസം ദൈവം സഹായിച്ച് നമുക്കൊരു 85 എത്തിപ്പിടിക്കണം. 85 എത്തിപ്പിടിച്ചില്ലെങ്കിൽ സാരില്ല, നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞ് കാണണം. അപ്പോൾ ഇത്രയും പറയാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് കേട്ടോ. എന്തായാലും ഹാവ് എ നൈസ് ഡേ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വിത്ത് വർക്കൗട്ട് നമുക്ക് കാണാം. ഇനിയിപ്പോൾ ഇത്രയും ലേറ്റായി കുഞ്ഞുങ്ങളെയും കൊണ്ട് നാളെ അവർക്ക് സ്കൂളിൽ പോകാനുള്ളതാണ്. അപ്പോൾ അവരുടെ എന്താ പറയുക ഫുഡ് ഐറ്റംസൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ വീക്കിലി മാത്രമാണ് ഞാൻ വാങ്ങിക്കുന്നത്. അപ്പോൾ അത് വാങ്ങിക്കാനൊന്ന് ലുലു വരെ പോകണം. അത്രയൊക്കെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇന്നും ഇതാ വർക്കൗട്ട് ഇല്ല. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്തതുകൊണ്ട് ഞാൻ ചെയ്തില്ല എന്ന് കരുതി നിങ്ങൾ ചെയ്യാതിരിക്കരുത് പ്ലീസ്. നിങ്ങളെ കൊണ്ടാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. ഓക്കെ, എന്തായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഭയങ്കര കാറ്റ് കേട്ടോ. അപ്പോൾ സീ യു, ബൈ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വെയിറ്റ് എന്ന് പറയുന്നത് 89.2 ആണ് കേട്ടോ. ഇത് ഞാൻ ഇന്നലെ രാവിലെ ഞാൻ എടുത്ത് വെച്ച വെയിറ്റ് ആണ്. അപ്പോൾ ഞാൻ ഓരോ ദിവസം മുൻകൂട്ടിയാണ് വെയിറ്റ് എടുത്ത് വെക്കുന്നത്. അപ്പോൾ രാവിലെ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങുകയാണ്. പൊന്നൂസിനും അവർക്കൊന്നും സ്കൂൾ ഇന്നില്ല. അപ്പോൾ ഞാൻ ഡേ കെയറിലാക്കുകയാണ്. അതിനുശേഷം ഇന്ന് സ്കൂളിൽ നിന്ന് എനിക്ക് ഒരു കട്ടൻ കഞ്ചായും ഒരു ബിസ്ക്കറ്റും ഞാൻ കഴിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ വെയിറ്റിൻ്റെ ഇഷ്യൂസ് നാളെ മുതലാണ് വരാൻ തുടങ്ങുക കേട്ടോ. ഞാൻ പറഞ്ഞു 2 ദിവസം. അപ്പോൾ ബിക്കോസ് ഐ എം അണ്ടർ മെഡിക്കേഷൻ. അപ്പോൾ എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ അമ്മ പ്രസവിച്ചു. ഒരു പെങ്കൊച്ചായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു ചോക്ലേറ്റ് കിട്ടി. പിന്നെ അത് അവിടുത്തെ ടീച്ചർ നിർബന്ധിച്ചപ്പോൾ എനിക്കൊരു ചിക്കൻ കട്ട്ലറ്റ് വാങ്ങിച്ചു തന്നു. കഴിക്കാതിരിക്കാൻ പറ്റിയില്ല. ഒരാൾ തരുമ്പോൾ നമ്മളിങ്ങനെ ഡയറ്റ് കാര്യങ്ങളൊക്കെ പറയാം. അതുകൊണ്ട് മാത്രം കഴിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എന്തായാലും നാളെ വിത്ത് വർക്കൗട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.